അങ്ങനെ ഒരു കാര്യം അദ്ദേഹം അറിയുമ്പോൾ ഈ ലോകത്തിൽ ഏറ്റവും നന്ദി കെട്ടവനായിട്ടായിരിക്കും അദ്ദേഹം എന്നെ കരുതുക. ഇന്നുകൂടെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞതേ ഉള്ളൂ, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ കടപ്പാട് ഈ ദേവിയോടും അങ്ങയോടുമാണെന്ന്. അതെല്ലാം ഒരു നിമിഷം കൊണ്ട് മറന്നവനാവില്ലേ ഞാൻ? എനിക്കൊന്നും കേൾക്കണ്ട. എന്റെ ജീവിതത്തിൽ അങ്ങയല്ലാതെ മറ്റൊരാളെ ഇനി എനിക്ക് സ്നേഹിക്കാനാവില്ല. ഇനി മറ്റൊരാളുടെ വർണ്ണമാല്യത്തിന് തല കുനിക്കാനും ആവില്ല. അരുത് തമ്പുരാട്ടി. ദേശമംഗലത്തെ തമ്പുരാൻ കൊടുത്ത വാക്ക് ഒരിക്കലും തെറ്റാൻ പാടില്ല. തമ്പുരാട്ടിക്കൊരു നല്ല ജീവിതം ആശംസിക്കാനേ എനിക്കിപ്പോ കഴിയൂ. തിരുമേനി, ഇദ്ദേഹം പറയുന്നത് അവിടുന്ന് കേട്ടില്ലേ? എന്നെ ഇങ്ങനെ വേദനിപ്പിക്കരുതെന്ന് ഒന്ന് പറയൂ. എന്റെ മനസ്സെന്താണെന്ന് ഞാൻ അങ്ങയോട് പറഞ്ഞിട്ടുള്ളതല്ലേ? വേദനയുണ്ട്. പക്ഷെ ഇക്കാര്യത്തിൽ ആദിത്യൻ പറഞ്ഞ വാക്കുകളോടൊപ്പം നിന്ന് ചിന്തിക്കാനേ നമുക്കും കഴിയും. അല്ലെങ്കിൽ അത് രാജ്യദ്രോഹമായി വ്യാഖ്യാനിക്കപ്പെടും. ഒരു രാജ്യദ്രോഹി എന്ന നിലയിൽ ആദിത്യൻ ശിക്ഷിക്കപ്പെട്ടാൽ അത് താങ്ങാനാവുമോ തമ്പുരാട്ടിക്കുട്ടിക്ക്? അപ്പോ എന്റെ മോഹങ്ങളെല്ലാം എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കണം അല്ലേ? എന്നിട്ട് ഒരു താല്പര്യമില്ലാത്ത ഒരാളുടെ മുമ്പിൽ ഭരണമാല്യത്തിനായി ഞാൻ തല കുനിച്ച് നിൽക്കണം അല്ലേ? ഒരിക്കലും എന്നെ കൊണ്ട് അതിന് കഴിയില്ല. എന്റെ ജീവൻ ഒടുങ്ങുന്നത് വരെ എന്റെ മനസ്സിനൊരു മാറ്റം ഉണ്ടാവില്ല. ദേശമംഗലത്തമ്മയാണേ സത്യം. മനസ്സിലുള്ളതെല്ലാം അമ്മയോട് തന്നെ തുറന്നു പറയൂ. അമ്മ തന്നെ പരിഹാരം കാണും. വരൂ, അത്താഴ പൂജയ്ക്ക് സമയമായി. 7 ദിവസം നീണ്ടു നിൽക്കുന്ന ചടങ്ങുകൾ, അയൽദേശത്തു നിന്നും എത്തുന്ന കലാകാരന്മാരുടെ വിശേഷ പ്രകടനങ്ങൾ, അനുഗ്രഹവർഷം ചൊരിയാനായി സന്യാസി വര്യന്മാരുടെ സാന്നിധ്യം, ചുറ്റുമുള്ള ദേശാധിപന്മാർക്കൊക്കെ ക്ഷണം. ഇങ്ങനെയാണ് പഞ്ചമിയുടെ വിവാഹത്തെക്കുറിച്ച് നാം ചിന്തിക്കുന്നത്. അങ്ങയുടെ ആജ്ഞ ഉണ്ടായാൽ മാത്രം മതി. എല്ലാ ഒരുക്കങ്ങളും തയ്യാറാണ്. നല്ലത്. തമ്പുരാൻ നീണാൾ വാഴട്ടെ. ദേശങ്ങളായ ദേശങ്ങൾ മുഴുവൻ അതിശയിക്കണം. ഇതിനു ശേഷമോ ഇതിനു മുൻപോ ഇങ്ങനെയൊരു മാംഗല്യം ഒരു ദേശത്തും നടക്കാൻ പാടില്ല. പക്ഷേ അതിനുള്ള ഭാഗ്യം തമ്പുരാനില്ലല്ലോ. ഉദയവർമ്മൻ തമ്പുരാന്റെ മകൻ സൂര്യവർമ്മനുമായുള്ള പഞ്ചമിയുടെ പാണിഗ്രഹണം നടക്കില്ല തമ്പുരാൻ. കാരണം അങ്ങയുടെ സഹോദരി മനസ്സിൽ മറ്റൊരാളെ വെച്ച് പൂജിക്കുന്നവൾക്ക് വേറൊരാളുടെ ഭാര്യയാവാൻ എങ്ങനെ പറ്റും? എന്താണ് അങ്ങീ പറയുന്നത്? പരമമായ സത്യം. അങ്ങ് നിശ്ചയിക്കുന്ന ഈ പാണിഗ്രഹണത്തിന് പഞ്ചമിക്ക് സമ്മതം ഉണ്ടാവില്ല തമ്പുരാൻ. അരുതാത്തത് സംഭവിച്ചിരിക്കുന്നു തമ്പുരാൻ. കാഴ്ച തിരിച്ചു കിട്ടിയ ഗായകന് മുമ്പിൽ സ്വയം സമർപ്പിച്ചിരിക്കുകയാണ് പഞ്ചമി. അഗാധമായ പ്രണയം. അപവാദ കഥകൾ പറഞ്ഞു മതിയായില്ലേ? ഈ ലോകത്ത് നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അനുജത്തെക്കുറിച്ചാണ് താങ്കൾ അപവാദങ്ങൾ മുഴുവൻ പറയുന്നത്. ഒരു നാൾ വേണ്ടെന്ന് വെച്ച ശിക്ഷ ഇപ്പോൾ നാം നടപ്പാക്കാൻ പോവുകയാണ്. ഇനി താങ്കളുടെ ഉടലിൽ ഈ ശിരസ് വേണ്ട. മീനാക്ഷി കേട്ടില്ലേ? അന്ധനായ ഗായകന് കാഴ്ച തിരിച്ചു കിട്ടാൻ പഞ്ചമി നടത്തിയ ത്യാഗത്തിനെ അപമാനിക്കുന്നു. കാഴ്ച തിരിച്ചു കിട്ടിയ ഗായകനുമായി പഞ്ചമി പ്രണയത്തിലാണെന്ന് ആരോപിക്കുന്നു. ക്ഷേത്രമുറ്റത്തവർ സല്ലാപം നടത്തുകയാണെന്ന് ഇല്ലാ കഥകൾ പറയുന്നു. പിന്നെ ഇതല്ലാതെ നാം വേറെ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു തമ്പുരാൻ. ഉദയവർമ്മന്റെ മകനുമായുള്ള മാംഗല്യവുമായി അങ്ങ് മുമ്പോട്ട് പോയാൽ ഈ ദേശത്ത് മാത്രമല്ല ചുറ്റുമുള്ള ദേശക്കാരുടെ മുമ്പിൽ പോലും അങ്ങ് അപമാനിക്കപ്പെടും. പഞ്ചമി തെറ്റ് ചെയ്തിരിക്കുന്നു, കടുത്ത തെറ്റ്. ശിവശങ്കര, ശിവശങ്കരൻ ജ്യേഷ്ഠൻ പറഞ്ഞത് കള്ളമല്ല. ആദിത്യനോട് എന്റെ മനസ്സിൽ ഇഷ്ടം തോന്നിയെന്ന് പറഞ്ഞത് സത്യം തന്നെയാണ്. പഞ്ചമി,
സ്ഥാനം നോക്കിയോ രാജകുമാരനാണോ എന്ന് പരിഗണിച്ചിട്ടോ അല്ല, മനസ്സിൽ തോന്നിയ ഇഷ്ടം അദ്ദേഹത്തോട് തുറന്നു പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. ഇപ്പൊ അനുജൻ തമ്പുരാൻ എന്തു പറയുന്നു? ഊരിപ്പിടിച്ച ഉടവാളുകൊണ്ട് ആരുടെ ശിരസ് വെട്ടാനാണ് ഉദ്ദേശിക്കുന്നത്? ദേശമംഗലത്തെ അരജൻ കൊടുത്ത വാക്ക് പാലിക്കണം. അയൽ രാജ്യത്തെ തമ്പുരാന് കൊടുത്ത വാക്ക് പാലിക്കാനായില്ലെങ്കിൽ അത് ദേശമംഗലത്തെ തമ്പുരാനും മാത്രമല്ല, ദേശമംഗലത്തിന് മുഴുവൻ നാണക്കേടാണ്. ഇനി പറയൂ തമ്പുരാൻ, പഞ്ചമിയുടെ മാംഗല്യത്തിനുള്ള ഒരുക്കങ്ങളാണോ നടത്തേണ്ടത്, അതോ? മതി. കൊടുത്ത വാക്കിൽ നിന്ന് പിന്തിരിഞ്ഞ ചരിത്രം നമുക്കിതുവരെ വേണ്ടി വന്നിട്ടില്ല. അങ്ങനെ വന്നാൽ അതിനേക്കാൾ മരണമാവും നാം ചിന്തിക്കുക. ഏട്ടൻ തമ്പുരാൻ. അല്ല, ദേശമംഗലത്തിന്റെ തമ്പുരാൻ. ദേശമംഗലത്തിന്റെ മാനം കാക്കണമെന്ന് നിർബന്ധമുള്ള തമ്പുരാൻ. ഇവിടെ നാം നിശ്ചയിക്കുന്നതേ നടക്കൂ. ഒന്നും കൂടെ അമർത്തിക്കൊള്ളൂ, തൊട്ടിട്ട് അറിയുന്നു പോലുമില്ല. തമ്പുരാട്ടി, ഈ ശിവശങ്കരൻ തമ്പുരാൻ ഇതെന്തു പറ്റി? ഇപ്പോ ഏതു നേരം നോക്കിയാലും പഞ്ചമി തമ്പുരാട്ടി ചെയ്യുന്നതെല്ലാം അനുകൂലിക്കുന്നു. ഗായകനുമായുള്ള പ്രണയത്തിൽ പോലും. പിന്നെന്താ ചെയ്യേണ്ടത്? അല്ല, ഇതുവരെ അങ്ങനെ ആയിരുന്നില്ലല്ലോ. എല്ലാവർക്കും മാറ്റം വരുമ്പോൾ എനിക്കും എന്റെ ഭർത്താവിനും മാറ്റം വന്നുകൂടുന്നുണ്ടോ? മനസ്സിലായി. എന്നോട് ഓരോന്ന് ചോദിച്ചു വെച്ചിട്ട് തമ്പുരാട്ടിയുടെയും തമ്പുരാന്റെയും മുന്നിൽ കൊട്ടി ആഘോഷിക്കണം അല്ലേ? അയ്യോ, അടിയൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. അറിയാം, ഒറ്റുകാരൊക്കെയാണെന്ന് നാം നോക്കി വെച്ചിട്ടുണ്ട്. അധികം നീ അമർത്തണ്ട. പഞ്ചമിയുടെ കാര്യത്തിൽ എനിക്കോ എന്റെ ഭർത്താവിനോ യാതൊരു എതിർപ്പും ഉണ്ടാവില്ല. അവളുടെ ഇഷ്ടം എന്താണോ അത് മനസ്സിലാക്കി കൂടെ നിൽക്കാനാ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഉദയവർമ്മ മഹാരാജാവിന് കൊടുത്ത വാക്ക് തമ്പുരാന് പാലിക്കാതെ പറ്റുമോ? അപ്പോ അനുജത്തെയും തമ്പുരാനും തമ്മിൽ തെറ്റില്ലേ? സത്യം പറയൂ തമ്പുരാട്ടി. പഞ്ചമി തമ്പുരാട്ടിയുടെ ആഗ്രഹത്തിന് കൂടെ നിൽക്കുന്നതിലൂടെ അത് തന്നെയല്ലേ തമ്പുരാട്ടിയും ഭർത്താവും ആഗ്രഹിക്കുന്നത്? കുറച്ച് മിടുക്ക് കൂടുന്നുണ്ട് നിനക്ക്. അത് അപകടമാണെന്ന് അറിയാലോ. തമ്പുരാൻ കൊടുത്ത വാക്ക് തമ്പുരാൻ പാലിക്കട്ടെ. പഞ്ചമി ഗായകന് കൊടുത്ത വാക്ക് പഞ്ചമിയും പാലിക്കട്ടെ. അപ്പോ കൊട്ടാരത്തിനകത്ത് ഒരു യുദ്ധം ഉറപ്പ്. രാജധർമ്മം അതല്ലേ? യുദ്ധമാണ് പരിഹാരം. അത് നാടുകൾ തമ്മിലായാലും ബന്ധങ്ങൾ തമ്മിലായാലും കണ്ടറിയാം. പറഞ്ഞ വാക്കിൽ തമ്പുരാൻ വിട്ടുവീഴ്ച കാണിക്കില്ല. ഫലം പഞ്ചമി തമ്പുരാട്ടിയുടെ കണ്ണുനീർ തന്നെ. എന്തൊക്കെയാ ശിവശങ്കരൻ തമ്പുരാൻ ഈ നാട്ടിൽ നടക്കുന്നത്? ആചാരങ്ങളൊക്കെ കീഴ്മേൽ മറിക്കാൻ തമ്പുരാൻ തന്നെ ശ്രമിക്കുമെന്ന് വെച്ചാൽ അതെങ്ങനെയാ നോക്കി നിൽക്കാൻ പറ്റുക? അനുജത്തി ആർക്ക് വിവാഹം കഴിച്ചു കൊടുക്കാനും അധികാരമുണ്ട്. പക്ഷെ അത് വെറും ഒരു സഹോദരനാണെങ്കിൽ മാത്രം. പക്ഷെ ഇത് ദേശത്തിന്റെ തമ്പുരാനല്ലേ? കുലമോ ജാതിയോ ഗോത്രമോ അറിയാത്ത ഒരാൾക്ക് തമ്പുരാന്റെ സഹോദരിയെ വേൽക്കണമെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ എന്താവും? നമ്മൾ എന്തിനാ പരസ്പരം തർക്കിക്കുന്നത്? ഇതൊരിക്കലും നടക്കില്ലെന്ന് തമ്പുരാനോട് തീർത്തു പറയാം. പ്രജാക്ഷേമ തൽപരനായ തമ്പുരാനെ പ്രജകളായ നമ്മളെ അവഗണിക്കാൻ പറ്റുമോ? ശിവശങ്കരൻ തമ്പുരാൻ എന്താ ഒന്നും പറയാത്തത്? അങ്ങയുടെ മറുപടിക്കാണ് ഞങ്ങൾ കാക്കുന്നത്. പഞ്ചമിയുടെ വിവാഹ തീരുമാനത്തിൽ മറുവാക്കുകളൊന്നും വേണ്ട. അതാണ് തമ്പുരാന്റെ തീരുമാനമെങ്കിൽ അത് തന്നെ സംഭവിക്കും. എന്തായി പറയുന്നത്? അപമാനിക്കപ്പെട്ടു പോയ തമ്പുരാൻ പടയെടുത്ത് തിരിച്ചു വന്നാൽ? നാശങ്ങളുടെ പടുകുഴിയിൽ നിന്നും ദേശമംഗലം കരകയറിയിട്ട് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അതിനിടെ ഒരു ആക്രമണത്തെ നേരിടാൻ ജനങ്ങൾ തയ്യാറായിട്ടുണ്ടാവുമോ? അങ്ങ് തടസ്സം നിന്നാലും ഞങ്ങൾ തമ്പുരാനെ പോയി കാണും. ഈ കാര്യം അനുവദിച്ചു കൊടുത്താൽ രാജ്യം നശിക്കുന്നതിന് തുല്യമല്ലേ? നിങ്ങളിൽ ഒരാൾ പോലും ഈ കാര്യവുമായി തമ്പുരാനെ പോയി കാണില്ല. ഇത് നമ്മുടെ തീരുമാനമാണ്. അതോ അത് ലംഘിച്ച് കൊട്ടാരത്തിലേക്ക് പോകാനുള്ള ധൈര്യമുണ്ടോ?
രാജ്യം ഭരിക്കുന്ന തമ്പുരാന്റെ ഇച്ഛകൾക്കാണ് പ്രാധാന്യം, അല്ലാതെ നിങ്ങൾ പറയുന്ന പഴയ ആചാരങ്ങൾക്കല്ല. രാജതന്ത്രത്തിനും രാജധർമ്മത്തിനുമെതിരെ സംസാരിക്കുമ്പോൾ ഭയം വേണം. വെറും ഭയമല്ല, മരണഭയം. ശിവശങ്കരൻ തമ്പുരാന്റെ കാലുമാറ്റമാണ് ഒട്ടും മനസ്സിലാവാത്തത്. എതിർത്ത് നിന്നിട്ട് കാര്യമില്ലെന്ന് തമ്പുരാന് മനസ്സിലായി കാണും. കാലുമാറ്റം അതുകൊണ്ട് തന്നെയാ. ദേശമംഗലത്തിന്റെ നാശം തുടങ്ങുന്നു. ദേശമംഗലത്തമ്മയുടെ കോപം നിശ്ചയമാണ്. തമ്പുരാന്റെ ആചാര ലംഘനത്തിനെതിരെ ആളുകളുടെ മനസ്സിൽ പ്രതികരണങ്ങൾ ഉണ്ടാവട്ടെ. സഹിക്കാൻ പറ്റാത്തവർ കൊട്ടാരത്തിലെത്തട്ടെ. പതുക്കെ പതുക്കെ സുന്ദരരാജൻ ഒരു വെറുക്കപ്പെട്ട തമ്പുരാനാവുന്നതും ഒരു സുഖമുള്ള കാഴ്ചയാണ്. ദേശമംഗലം തമ്പുരാൻ വാക്കുമാറുമെന്ന് അടിയൻ പ്രതീക്ഷിച്ചില്ല തമ്പുരാൻ. അയൽദേശങ്ങൾ നമ്മളെ പരിഹസിക്കും. ഉദയവർമ്മന്റെ അഹങ്കാരത്തിന് കിട്ടിയ തിരിച്ചടിയെന്ന് വ്യാഖ്യാനിക്കുകയും ചെയ്യും. സഹോദരീ സ്നേഹം ആണായി പിറന്നവന് കൊടുത്ത വാക്കാണ് വലുത്. അതും മറന്നു സുന്ദരരാജന്റെ രാജധർമ്മം. പടയൊരുക്കം തുടങ്ങാൻ സൈന്യാധിപനോട് പറയട്ടെ തമ്പുരാൻ. ഇന്ന് രാത്രി തന്നെ പട പുറപ്പെടുകയും ചെയ്യാം. വേണ്ട. ദേശമംഗലത്തമ്മയുടെ ശക്തി ഉച്ചസ്ഥായിയിൽ നിൽക്കുമ്പോൾ ആ മണ്ണിൽ സുന്ദരരാജനെ തോൽപ്പിക്കാൻ ഒരു പടയ്ക്കും സാധ്യമല്ല. ശക്തി ക്ഷയിക്കും വരെ കാത്തിരിക്കണം. എത്ര കാലം തമ്പുരാൻ? കാലം എത്രയായാലും അങ്ങനെ ഒരു അവസരം വരാതിരിക്കില്ല. ഒരിക്കൽ സർവശക്തിയായ ദേവീ സാന്നിധ്യത്തെ ആ മണ്ണിൽ നിന്ന് അകറ്റിയത് സേതുപതിയുടെ മക്കളാണ്. അധമക്രിയയിലൂടെ ഇനി ഒരിക്കൽ കൂടി അവർക്കത് സാധിക്കില്ലെന്ന് ഉറപ്പുണ്ടോ? പക്ഷേ സേതുപതിയുടെ മക്കൾ നാഗേന്ദ്രനും സൈരന്ധ്രനും ഇപ്പോൾ എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ലല്ലോ തമ്പുരാൻ. ചിലപ്പോ ദേവീ കോപത്തിൽ എല്ലാം അവസാനിച്ചു പോയെങ്കിലോ? ഇല്ല മന്ത്രമുഖ്യ. പകയുടെ രക്തത്തിൽ നിന്നാണ് അവരുടെ പിറവി. അവർ കൊടുക്കാനാവില്ല. നാടുനീളം നമ്മുടെ ചാരന്മാരെ അയക്കൂ. നാഗേന്ദ്രനെയും സൈരന്ധ്രയെയും കണ്ടെത്തിയാൽ ദേശത്തിന്റെ അതിഥിയായി നമ്മുടെ സുഹൃത്തുക്കളുമായും അവരെ കൂട്ടിക്കൊണ്ടുവരാൻ പറയും. അവരാഗ്രഹിക്കുന്നത് എന്തും കൊടുത്ത് അവരെ നാം കൂടെ നിർത്തും. അവരുടെ ആഗ്രഹം ദേശമംഗലത്തിന്റെ നാശമല്ലേ? അതെ, അത് തന്നെയാണ് നമ്മുടെ ആവശ്യം. സാധ്യമായ സകല വഴികളും തേടണം. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം സുന്ദരരാജൻ നമുക്ക് മുമ്പിൽ തലകുലിച്ച് നിൽക്കുന്നത് നമുക്ക് കാണണം. ചെല്ലേ. ഏട്ടൻ തമ്പുരാൻ പൊറുക്കണം. ഞാൻ കാരണം അങ്ങയുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കേണ്ട അവസ്ഥയുണ്ടായില്ലേ? വേണമെങ്കിൽ ശിക്ഷിക്കാം. പഴയതുപോലെ നാട് കടത്താം. പരാതി പറയില്ല. പാട്ട് പാടിയപ്പോൾ ഒരു ആരാധന തോന്നിയിരുന്നു. കാണാതായപ്പോൾ മനസ്സിലൊരു പിങ്ങലുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അന്ധതയ്ക്ക് പ്രതിവിധി തേടിപ്പോയപ്പോൾ എനിക്ക് വേണ്ടി തന്നെയാണ് ആ യാത്ര എന്ന തോന്നലുണ്ടായിരുന്നു. വെളിച്ചം കിട്ടിയ കണ്ണുകളോട് ആ കണ്ണുകൾ എനിക്ക് സ്വന്തം തന്നെയാണെന്ന് പറയാൻ തോന്നിയത്. അകത്തേക്ക് പോ. നമ്മുടെ സ്വസ്ഥത തകർക്കണ്ട. ഏട്ടൻ തമ്പുരാൻ എന്തെങ്കിലും ഒരു മറുപടി പറഞ്ഞേ പറ്റൂ. നാം ഈ ദേശത്തിന്റെ തമ്പുരാനാണ്. തമ്പുരാൻ അധികാരങ്ങൾ ഒരുപാടുണ്ട്, അതുപോലെ തന്നെ പരിമിതികളും. അതെല്ലാം തിരിച്ചറിയാൻ നമ്മുടെ സഹോദരിക്ക് ആകുമെന്നാണ് നാം കണക്ക് കൂട്ടിയത്. നമ്മുടെ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോയി. അല്ലെങ്കിലും കൂടപ്പിറപ്പുകൾ തോൽപ്പിക്കുമ്പോഴാണല്ലോ ഏറ്റവും കൂടുതൽ തളർന്നു പോകുന്നത്. ഏട്ടൻ തമ്പുരാൻ, 7 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷം, നാടായ നാടെല്ലാം ക്ഷണം, ക്ഷണിക്കപ്പെട്ട വിശിഷ്ട അതിഥികൾ, അനുഗ്രഹവർഷം ചൊരിയാനുള്ളവരുടെ പട്ടിക എല്ലാം തയ്യാറായിരുന്നു നമ്മുടെ മനസ്സിൽ. പക്ഷെ ഒറ്റ വാക്കുകൊണ്ട് ദേശമംഗലം തമ്പുരാനെ അനുജത്തി തോൽപ്പിച്ചു. ദേശമംഗലത്തുണ്ടായ കെടുതിയേക്കാൾ ക്രൂരമായ അവസ്ഥ ദേശമംഗലത്തെ തമ്പുരാന്റെ മനസ്സിലുണ്ടായി.
പറയൂ സുന്ദരരാജൻ, എന്നേക്കാണ് പാണിഗ്രഹത്തിനുള്ള നാൾ കുറിക്കേണ്ടത്? സുന്ദരരാജൻ തമ്പുരാൻ തന്ന വാക്കനുസരിച്ച് നാം തീരുമാനങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞു. പഞ്ചമിയെ വരിക്കാൻ നമ്മുടെ മകൻ സൂര്യവർമ്മൻ മനസ്സാ സന്നദ്ധനായി കഴിഞ്ഞു. പിന്നെന്ത് പറ്റി? ഉദയവർമ്മൻ മറ്റെന്തോ കഥകൾ കേട്ടിരിക്കുന്നു. കേട്ടോ? അതിസുന്ദരമായ കഥ. ക്ഷേത്രത്തിന്റെ കൽപ്പടവുകളിൽ അലയടിക്കുന്ന ഒരു പ്രണയത്തിന്റെ കഥ. കേട്ടപ്പോ വിശ്വസിച്ചില്ല. വഴിതെറ്റി വന്ന ഒരു ഗായകനോട് കൊട്ടാരക്കെട്ടിലെ തമ്പുരാട്ടിക്ക് തോന്നിയ വെറും ഒരു ചാവല്യമായിരിക്കുമെന്നാണ് തോന്നിയത്. പക്ഷെ അങ്ങനെ അല്ലല്ലോ. കൊട്ടാരക്കെട്ടിന്റെ അകത്തളത്തിൽ കഴിയേണ്ട തമ്പുരാട്ടിക്കുട്ടിയെ സകല സ്വാതന്ത്ര്യങ്ങളും കൊടുത്ത് പറഞ്ഞയച്ചിരിക്കുന്നത് സുന്ദരരാജൻ തമ്പുരാൻ തന്നെയാണ്. ഗായകന് മാത്രമല്ല, ക്ഷേത്രത്തിലെത്തുന്ന മറ്റു പലരെയും വശീകരിക്കുന്നുണ്ട് അനുജത്തി എന്ന് കേട്ടു. അതും സത്യമാണോ? ഉദയവർമ്മൻ, വാക്കുകൾ അതിരുകടക്കരുത്. ആണായി പിറന്നതിൽ അഭിമാനിക്കുന്നവനാണ് നാം. ദേശമംഗലത്തിന്റെയും ദേശമംഗല തമ്മയുടെയും പേരിൽ അഹങ്കരിക്കുന്നവർ ആ പേരിൽ തന്നെ വാക്കും പാലിക്കേണ്ടതാണ്. മാംഗല്യം നടത്താൻ ഒരു തടസ്സവുമില്ല. അങ്ങ് കേട്ടത് മുഴുവൻ കെട്ടുകഥകളാണ്. മാംഗല്യം തീരുമാനിച്ചത് നമ്മുടെ മകന് വേണ്ടിയാണ്. വഴിയാത്രക്കാരുമായി രാത്രി പങ്കിട്ട ഒരുത്തിയെ പട്ടമഹിഷിയായി നമ്മുടെ ദേശത്ത് കൊണ്ടുവരാൻ നമുക്കെന്താ ഭ്രാന്തുണ്ടോ? കൊടുത്ത വാക്കു പാലിക്കാത്ത തമ്പുരാക്കന്മാർ ആത്മഹത്യ ചെയ്ത ചരിത്രം ഒരുപാടുണ്ട്. ആ വഴി തിരഞ്ഞെടുക്കുന്നതാവും സുന്ദരരാജന് കൂടുതൽ ചേരുക. മതി. അനുജത്തെക്കുറിച്ചുള്ള ആക്ഷേപങ്ങൾ ഏറെ കേട്ടു. പ്രതികരിക്കാത്തത് ജ്യേഷ്ഠന്റെ മനസ്സില്ലാത്തതുകൊണ്ടല്ല. പറഞ്ഞുപോയൊരു വാക്ക് തെറ്റിപ്പോയി എന്ന വേദനയില. ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇതുകൂടി കേട്ടുകൊള്ളുക. പഞ്ചമിയുടെ മാംഗല്യക്കാര്യത്തിൽ അവളുടെ ആഗ്രഹങ്ങൾക്കായിരിക്കും നാം മുൻതൂക്കം കൊടുക്കുക. പഞ്ചമിയുടെ മനസ്സ് കീഴടക്കിയത് വഴിയാത്രക്കാരനോ വഴിവാണിപ്പക്കാരനോ ആയിക്കോട്ടെ, അവരുടെ കൈകൾ ചേർത്ത് പിടിക്കാൻ തന്നെയാ നമ്മുടെ തീരുമാനം. ഉദയവർമ്മന് പോകാം. കൊള്ളാം. ദേശമംഗലം കൊട്ടാരത്തിന്റെ രാജസദസ്സിൽ വിളിച്ചിരുത്തി ഉദയവർമ്മനെ അപമാനിച്ചു ദേശമംഗലം തമ്പുരാൻ. ഒന്നോർത്തോളൂ സുന്ദരരാജൻ, ഈ നിമിഷം മുതൽ സൂര്യമംഗല ദേശവും ദേശമംഗലവും ശത്രുക്കളാണ്. സുന്ദരരാജനും ഈ ഉദയവർമ്മനും എതിരാളികളായിരിക്കും. ദേവി മഹാമായിയുടെ ചൈതന്യത്തിൽ അളവ് വിട്ട് അഹങ്കരിക്കുമ്പോൾ ഒന്നും മറക്കണ്ട. കെടുതിയുടെ ഒരു കഴിഞ്ഞകാലമുണ്ടായിരുന്നു ദേശമംഗലത്തിന്. ഒരിക്കൽ ദേശമംഗലത്തേക്ക് പടയെടുത്തു വന്നാൽ തിരിച്ചതേ കെടുതിയിലേക്ക് ഈ ദേശത്തിനെ കൊണ്ടുപോകാൻ നമുക്ക് കഴിയും. അത് കാത്തിരുന്നോളൂ. തമ്പുരാൻ, ഒരുപാട് കാലം വേദനിപ്പിച്ചതിന് പരിഹാരമായി നീയും ആദിത്യനുമായുള്ള മാംഗല്യം നിന്റെ ജ്യേഷ്ഠൻ തമ്പുരാൻ നടത്തിത്തരും. ഈ മാംഗല്യത്തിന് നമുക്ക് സമ്മതമാണെന്ന് നിന്റെ പ്രിയപ്പെട്ടവനെ അറിയിച്ചോളൂ. ദൈവമാണ്, ദൈവം തന്നെയാണ് എന്റെ ഏട്ടൻ തമ്പുരാൻ. തമ്പുരാൻ, മറുവാക്കുകളൊന്നും വേണ്ട. ഇത് നമ്മുടെ കൽപ്പനയാണ്. അനുസരിച്ചാൽ മാത്രം മതിയാകും. അമ്മേ മഹാമായേ, അടിയന്റെ ആഗ്രഹം നിവർത്തിച്ചു തന്നല്ലോ ദേവി. എന്റെ ജന്മം തന്നെ അമ്മയുടെ അനുഗ്രഹത്താൽ സഫലമായി. അമ്മേ മഹാമായേ. തിരുമേനി, ആദിത്യനെവിടെ? കണ്ടില്ലല്ലോ. ആദിത്യനുമായുള്ള വിവാഹത്തിന് ജ്യേഷ്ഠൻ തമ്പുരാൻ സമ്മതം മൂളിയിരിക്കുന്നു. എനിക്ക് ഈ വാർത്ത ഇപ്പോൾ തന്നെ അദ്ദേഹത്തോട് പറയണം. അദ്ദേഹം പുറപ്പെട്ടു പോയല്ലോ തമ്പുരാട്ടി. പോയോ? എങ്ങോട്ട്? അറിയില്ല. ആരെയും ബുദ്ധിമുട്ടിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പറഞ്ഞു. തിരുമേനി എന്താണ് ഈ പറയുന്നത്? എപ്പോഴാണ് അദ്ദേഹം പോയത്? കുറച്ചു മുമ്പേ. എപ്പോഴും പറയുമല്ലോ,
ദേശമംഗലത്തിന് താൻ മൂലം ഒരു പ്രശ്നവും ഉണ്ടാവരുതെന്ന് അത് തന്നെ ആവർത്തിച്ചു. പഞ്ചമി വന്നിട്ടാവാം യാത്രയെന്ന് നാം പറഞ്ഞു. പക്ഷെ കേട്ടില്ല. എനിക്ക് അദ്ദേഹത്തെ കാണണം, എത്ര ദൂരെയായാലും കാണണം. അമ്മേ, അനർഘങ്ങൾ ഉണ്ടാക്കരുതേ. എല്ലാം ശുഭമായി പര്യവസാനിക്കണേ അമ്മേ ഭഗവതി. അതെ, ക്ഷേത്രത്തിലെ ഗായകൻ ആദിത്യനെ കണ്ടോ? ആ ഭാഗത്തേക്ക് പോകുന്നുണ്ട് തമ്പുരാട്ടി. പ്രിയപ്പെട്ടവന്റെ അന്ധത മാറിയല്ലോ. പിന്നെന്താണ് മുഖത്തൊരു വിഷാദം? അവിടത്തേക്ക് എല്ലാം അറിയാമല്ലോ. ആദിത്യൻ വീണ്ടും പുറപ്പെട്ടു പോയിരിക്കുന്നു. അത് കഷ്ടമാണല്ലോ. എന്റെ കണക്കുകൂട്ടലുകൾ അനുസരിച്ച് പഞ്ചമിയുടെ ഈ പ്രണയബന്ധത്തിൽ നിന്നും എങ്ങോട്ടും പോകാൻ കഴിയില്ലല്ലോ അയാൾക്ക്. പരിഹസിക്കാതിരിക്കൂ. ഞാൻ എന്റെ നയം അദ്ദേഹത്തെ അറിയിച്ചത് തന്നെയാണ് കുഴപ്പം. അതിന്റെ വിത്ത് എന്റെ മനസ്സിലിട്ട് തന്നത് യോഗിനിയമ്മ തന്നെയല്ലേ? അതെനിക്കെന്നല്ല, ആർക്കായാലും അസാധ്യമാണ്. പ്രണയത്തിന്റെ വിത്ത് മനസ്സിൽ സ്വയം മുളയ്ക്കേണ്ടതാണ്. മറ്റാർക്കും അത് സൃഷ്ടിച്ചെടുക്കാൻ പറ്റില്ല. മനസ്സിലെ പ്രണയം അറിഞ്ഞില്ലെന്ന് പഞ്ചമി ഭാവിച്ചു. ഞാനത് ചോദിച്ചു, അത്രയുള്ളൂ. ശരി, ആ കുറ്റവും ഞാൻ ഏറ്റെടുക്കുന്നു. പക്ഷേ നാടായ നാട് മുഴുവനും തിരക്കി. ചോദിക്കാവുന്ന എല്ലാവരോടും ചോദിച്ചു. ഏട്ടൻ തമ്പുരാൻ ഞങ്ങളുടെ വിവാഹത്തിന് അനുമതി തന്നിരിക്കുകയാണ്. ആ വിവരം അദ്ദേഹത്തെ അറിയിക്കാൻ ചെല്ലുമ്പോഴേക്കും ഇങ്ങനെ സംഭവിക്കാന്ന് പറഞ്ഞാൽ? ജീവിതം ഒരു പരീക്ഷണമല്ലേ കുട്ടി? പ്രണയത്തിന്റെ പരീക്ഷണമാണെങ്കിൽ അതിതീവ്രമായിരിക്കും. ഉപദേശങ്ങളല്ല, വീരശൈവ പുഷ്പം തേടി പോയതുപോലെ എനിക്കൊരു മാർഗം പറയൂ. എനിക്ക് അദ്ദേഹത്തെ കണ്ടെത്തിയേ പറ്റൂ. മാർഗമുണ്ട്. അതല്പം കടുത്തതാണെങ്കിലോ? ഞാൻ സഹിക്കും. എത്ര കടുത്തതാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല.